മതസൗഹൃദത്തിന്റെ മകുടോദാഹരണമായ എരുമേലിയുടെ തിരുനടയിൽ നിന്നും ഇന്നത്തെ ശരണവഴി ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. പരമ്പരാഗതമായ രീതിയിൽ ശബരിമല യാത്രയ്ക്ക് ഒരുങ്ങുന്ന സ്വാമി ഭക്തന്മാർ എരുമേലിയിൽ സംഗമിക്കുക പതിവാണ്. അയ്യപ്പനും വാവരും തമ്മിലുള്ള ആത്മബന്ധം വിളിച്ചോതുന്ന എരുമേലി സകല അസമത്വങ്ങളും മറന്ന് സ്വാമി ഭക്തന്മാർ ഒത്തുചേരുന്ന സൗഹൃദ ഭൂമിയാണ്. ശബരിമല തീർത്ഥാടനത്തിനിടെ അയ്യപ്പ ഭക്തർ ദർശനത്തിനെത്തുന്ന അമ്പലങ്ങൾ നിരവധിയുണ്ട്. ഓരോ ദേവാലയങ്ങളിലെയും പ്രാർത്ഥനകളും പൂജകളും ശബരീശ്വര സന്നിധിയിലേക്കുള്ള പ്രയാണത്തിൽ സാധകർക്ക് പുതിയൊരു ഉണർവ് പകരുന്നു. അയ്യപ്പന്റെ പൂങ്കാവനത്തിലേക്കുള്ള സഞ്ചാരത്തിനിടെ സ്വാമി ഭക്തന്മാർ സംഗമിക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് എരുമേലി. കോട്ടയം ജില്ലയിലെ എരുമേലി നഗരത്തിലാണ് കിഴക്കോട്ട് ദർശനമേകി നിലകൊള്ളുന്ന ശ്രീധർമ്മശാസ്താവിന്റെ ക്ഷേത്രം. എരുമയുടെ രൂപമുള്ള രാക്ഷസിയായ മഹിഷിയെ കൊന്ന സ്ഥലം എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന എരുമക്കൊല്ലി എന്ന പേര് ലോപിച്ചാണ് എരുമേലി എന്ന് പേരായത് എന്ന് കരുതുന്നു. ശബരിമല യാത്രയ്ക്കൊരുങ്ങുന്ന കന്നി അയ്യപ്പന്മാർ എരുമേലിയിൽ പേട്ടതുള്ളുക പതിവാണ്. മേലാകെ ചായം പൂശി പ്രാകൃത വർണ്ണങ്ങൾ അണിഞ്ഞ് സ്വാമി തിന്തകത്വം അയ്യപ്പ തിന്തകത്വം എന്നുറക്കെ ചൊല്ലി ആനന്ദ നൃത്തമാടുന്ന കാഴ്ച എരുമേലിയിൽ മാത്രമേ നമുക്ക് കാണുവാനാകൂ. എരുമേലിയിലെത്തുന്ന ഭക്തജനങ്ങൾ കൊച്ചമ്പലം, വാവരുപള്ളി, വലിയമ്പലം എന്നീ 3 പവിത്ര സ്ഥാനങ്ങളിൽ ദർശനം നടത്തുന്നു. വലിയമ്പലത്തിൽ നിന്നും അല്പം വടക്ക് കിഴക്കുമാറിയാണ് വാവരുപള്ളിയും പേട്ടയിൽ ശാസ്താക്ഷേത്രവും നിലകൊള്ളുന്നത്. അമ്പും വില്ലും കൈകളിലേന്തി നായാട്ടിനൊരുങ്ങി നിൽക്കുന്ന വില്ലാളി വീരനാണ് വലിയമ്പലത്തിലെ പ്രതിഷ്ഠാമൂർത്തി. ഹർഷദായകമായ അനുഭവമാണ് എരുമേലിയിലെ പേട്ടതുള്ളൽ. താളമേളങ്ങളുടെ അകമ്പടിയോടെ പേട്ടയിൽ ശാസ്താക്ഷേത്രത്തിലും വാവരുടെ ദേവാലയത്തിലും വലിയമ്പലത്തിലും അയ്യപ്പ ഭക്തന്മാർ ദർശനം നടത്തുന്നു. തീർത്ഥാടന കാലത്തിന്റെ സമസ്ത സൗന്ദര്യവും നിറഞ്ഞ അന്തരീക്ഷമാണ് എരുമേലിയിൽ കാണാനാവുക. വർണ്ണദീപങ്ങളാൽ അലങ്കരിച്ച് നിറക്കൂട്ടുകൾ നിരവധി നിരത്തി എരുമേലിയിലെ ദേവസ്ഥാനങ്ങൾ ഉത്സവാന്തരീക്ഷം പകരുന്നു. അയ്യപ്പ കഥകളിലെ മഹിഷി മർദ്ദനവുമായി പേട്ടതുള്ളലിന് ബന്ധമുള്ളതായി കരുതപ്പെടുന്നു. അയ്യപ്പൻ മഹിഷിയെ വധിച്ചതറിഞ്ഞവർ നടത്തിയ ആനന്ദ നൃത്തത്തിന്റെ പ്രതീകമാണ് പേട്ടതുള്ളൽ എന്ന് വിശ്വസിക്കുന്നു. ശബ്ദമുഖരിതമായ വാദ്യഘോഷങ്ങളോടുകൂടിയ വർണ്ണചാരുത നിറഞ്ഞ പേട്ടതുള്ളലിന്റെ പശ്ചാത്തലം കണ്ണിനും കാതിനും ആനന്ദമേകുന്നു. ആബാലവൃദ്ധം ജനങ്ങൾ ആഹ്ലാദാരവങ്ങളോടെ എരുമേലിയുടെ പ്രധാന വീഥികളിൽ ചുവടുവെച്ച് മുന്നേറുന്നു. മേലാകെ ചായം പൂശി പച്ചിലത്തൂപ്പുകളുമേന്തി പലവിധ നിറങ്ങളണിഞ്ഞ് പ്രാകൃത വേഷത്തിലാണ് പേട്ടതുള്ളൽ പുരോഗമിക്കുന്നത്. ഉദയൻ എന്ന കൊള്ളക്കാരനെ ജയിക്കുവാൻ അയ്യപ്പനും സംഘവും യാത്ര പുറപ്പെട്ടത് എരുമേലിയിൽ നിന്നുമാണ് എന്ന് കരുതപ്പെടുന്നു. ഉദയനെ അയ്യപ്പൻ ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ അനുസ്മരണം കൂടിയാണ് എരുമേലിയിലെ പേട്ടതുള്ളൽ.
സർവമത സൗഹൃദവും മനുഷ്യ മനസ്സുകളുടെ സ്നേഹസമ്പൂർണമായ ഒത്തുചേരലും വിഭാവനം ചെയ്യുന്ന ശബരിമല തീർത്ഥാടനത്തിലെ സമഭാവനയുടെ സംഗമസ്ഥാനം കൂടിയാണ് എരുമേലി. അയ്യപ്പന്റെ ആത്മമിത്രമായ വാവരെ വന്ദിച്ചുകൊണ്ട് പള്ളിയെ പ്രദക്ഷിണം ചെയ്യുന്ന വിശ്വാസികൾ അവിടെ കാണിക്കയിട്ട് പ്രസാദം സ്വീകരിക്കുന്നു. ഭിന്നതകൾ മറന്ന് പരസ്പരം ബഹുമാനിക്കുവാനും സഹകരിക്കുവാനുമുള്ള സന്ദേശം നൽകുന്നു എരുമേലി എന്ന പരമപവിത്ര ദേവസ്ഥാനം. മതപരമോ ജാതീയമോ സാമ്പത്തികമോ ആയ വിവേചനങ്ങളെല്ലാം മറന്ന് വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള ഭേദചിന്തകളില്ലാതെ ഏവരും സമന്മാരായി മുഖത്ത് കരിയും ദേഹത്ത് പലവിധ വർണ്ണങ്ങളും വാരിപ്പൂശി കൂട്ടമായി ആടിപ്പാടി മുന്നേറുന്ന കാഴ്ച ഐക്യബോധത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ധനുമാസം 27-ന് അമ്പലപ്പുഴ സംഘവും ആലയങ്ങാട്ട് സംഘവും എരുമേലിയിൽ പേട്ട തുള്ളുവാൻ സംഗമിക്കുന്നു. വിളക്ക് വെച്ച് ശരണം വിളികളോടെ കെട്ടിറക്കി ആരാധിച്ച് ഗുരുസ്വാമിയുടെ അനുഗ്രഹത്തോടെ ഇരു സംഘങ്ങളും പേട്ട തുള്ളലിന് തയ്യാറെടുക്കുന്നു. ചെണ്ട, പമ്പമേളം, നാഗസ്വരം എന്നിവയുടെ അകമ്പടിയോടെ അയ്യപ്പത്തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്നു പാടിയും ഏറ്റുപാടിയും പേട്ടതുള്ളൽ ഭക്തിരസഭരിതമാകുന്നു. വട്ടമിട്ടു പറക്കുന്ന കൃഷ്ണപ്പരുന്തിനെ സാക്ഷിയാക്കി പൊരിവെയിലിലും ആവേശത്തിന്റെ ഉയരങ്ങൾ കീഴടക്കി ഭക്തസംഘം ആടിത്തിമിർക്കുന്നു. പകൽ വെളിച്ചത്തിലും തെളിഞ്ഞു നിൽക്കുന്ന താരക ശോഭയാണ് ആലയങ്ങാട്ട് പേട്ടയ്ക്ക് അപൂർവ കാന്തിയേകുന്നത്. വലിയമ്പലത്തിലെത്തുന്ന പേട്ടതുള്ളൽ സംഘങ്ങൾ കർപ്പൂര ദീപം തെളിച്ചും ശരണാരവങ്ങളിൽ ലയിച്ചും പേട്ടതുള്ളലിനെ അത്യുദാത്തമായ ഒരനുഭവമാക്കുന്നു. ധ്യായേദാനന്ദകന്ദം പരമഗുരുവരം ജ്ഞാനദീക്ഷാകടാക്ഷം ചിന്മുദ്രം സത്സമാധിം സുകൃതിജനമനോ മന്ദിരം സുന്ദരാംഗം ശാന്തം ചന്ദ്രാവതംസം ശബരിഗിരിവരോത്തുംഗപീഠേ നിഷണ്ണം ചിന്താരത്നാഭിരാമം ശ്രുതിവിനുതപദാംഭോരുഹം ഭൂതനാഥം.